പറയാം. ഇതുവരെ ഗുരുവും പോലെയുമല്ലേ നമുക്കിട്ട് പണി തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ ഇപ്പോ അവർക്കിട്ട് കൊടുക്കാൻ പോകുന്ന ഒരു ഉഗ്രൻ പണിയിൽ അവരുടെ എല്ലാ പ്രൗഢിയും ഇതോടങ്ങ് തീരും. മനസ്സിലായില്ല. പറയാം. അത് വളരെ സിമ്പിളാണ്. ഞാൻ ആൽബർട്ടോയെ കാണാൻ അവന്റെ കടയിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് ഇത് അടിച്ചു മാറ്റി ഈ മധുരം ഞാൻ ബോലയ്ക്ക് കൊടുക്കും. അതോടുകൂടെ അവൻ എലിയായി മാറും. പിന്നെ ഈ പൗഡർ പാലിൽ കലക്കി ഞാൻ ബോസിനെ കുടിപ്പിക്കും. അതോടെ ബോസ് പൂച്ചയായി മാറും. പിന്നെ അവരുടെ കളി കാണാൻ നല്ല രസമായിരിക്കും. ഇതിനിടയിൽ നമുക്ക് രണ്ടുപേർക്ക് മനസമാധാനത്തോടെ 1 മണിക്കൂർ വിശ്രമിക്കാം. വിവരം കേട്ടവൻ. 1 മണിക്കൂർ എന്തിനാ? എന്തിനാന്ന് വെച്ചാ 1 മണിക്കൂർ മാത്രമേ അതിന്റെ പവർ ഉള്ളൂ. ആശാൻ വന്നു. നീ എന്താണ് വായടച്ചു നിൽക്കുന്നത്? ആശാനെ, ഞാൻ വായടച്ചു നിൽക്കുന്നതിൽ ഒരു തെറ്റും തന്നെ ഇല്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ പൗഡർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കുടിച്ച അങ്ങയുടെ ശബ്ദം വളരെ മധുരമുള്ളതായി മാറും എന്റെ ആശാനെ. താങ്ക് യു. ഈ ചോക്ലേറ്റ്സും എനിക്ക് വേണ്ടിയുള്ളതാണോ? ആശാനെ, ഇതാരെങ്കിലും കഴിച്ചാ അവര് എലിയായി മാറും. ഗുരുവും ബോലയും അങ്ങയെ ഒരുപാട് കളിപ്പിക്കുകയാണല്ലോ. അങ്ങ ഇത് ബോലയെ കൊണ്ട് കഴിപ്പിച്ചാ മതി. അവൻ ഉടനെ എലിയായി മാറും. പിന്നെ അവനെ പിടിച്ച് ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി കളയാം. നിറയെ പൂച്ചകളുള്ള കാട്ടിൽ കൊണ്ടുപോയി വിടാം. Come on, attack! ഇത്രയും ചോക്ലേറ്റ്സോ എനിക്ക് വേണ്ടിയാണോ? വളരെ സന്തോഷമായി. എന്റെ ഗുരുവിന് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഗുരുവിനോട് പറയാം, നിങ്ങൾ വളരെ നല്ലവനാണെന്ന്. നീ ഇത് കഴിക്ക്, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയ്. എടാ, എന്റെ പ്രിയപ്പെട്ട ബോലെ ചക്കുടു, ഇതെന്താടാ കോഴിയുടെ അടുത്ത് കുറുക്കന്മാരുടെ കൂട്ടമോ? ഈ ശത്രു നിനക്കെപ്പോ മിത്രമായി? ശത്രുവല്ല, സുഹൃത്താണ് ഗുരു. എനിക്ക് വേണ്ടി ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിരിക്കുക. എടാ, ഇതെന്താണ് സംഭവിച്ചത്? ഇതെന്താ സംഭവിച്ചത് ഗുരു? എടാ മൈക്കൽ ലാൽ, നീ എന്ത് സാധനമാടാ ബോലയ്ക്ക് തിന്നാനായി കൊടുത്തത്? ബോലെ എലിയായി മാറിക്കഴിഞ്ഞു. ആശാൻ ഇതുവരെ പൂച്ചയായി മാറാത്ത എന്താ? ഡോസ് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. കുറച്ചധികമാക്കി കൊടുക്കാം. ആശാനെ, അങ്ങയുടെ ശബ്ദം പഴയതുപോലെ തന്നെ ഉണ്ട്. ഒരു മാറ്റവും. ഇത് മുഴുവൻ അങ്ങോട്ട് കുടിക്ക്. എല്ലാം അങ്ങ് മാറും. താങ്ക് യു നക്സുറ. ഇത് കണ്ടോ? അവസാനം ആശാൻ പൂച്ചയായി മാറിയിരിക്കുന്നു. എന്റെ ആശാനെ, ഇനി ആവു ആവൂന്ന് പറയരുത്. മ്യാവു മ്യാവൂന്ന് വേണം പറയാൻ. ഇനി ബോലയുടെ പുറകെ ഓടിക്കോ. ഞങ്ങൾ കുറച്ചു സമയം വിശ്രമിക്കട്ടെ. എടാ ബോലെ, ഓട്. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എന്റെ ആശാനെ, ഇങ്ങനത്തെ പൂച്ചയായാൽ പറ്റില്ല. പേടിപ്പെടുത്തുന്ന പൂച്ചയായി മാറ്. എടാ ബോലെ, നിന്നെ നീ തന്നെ നോക്കിക്കോളണോ? ഗുരു, എന്നെ രക്ഷിക്കൂ. നിന്നെ ഞാൻ വിടില്ല ബോലേ. എടാ ബോലെ, നീ എന്റെ മിത്രമല്ലേ? ചാടി ഓട്, അല്ലെങ്കിൽ ഈ മൈക്കിൾ ലാൽ നിന്നെ വെറുതെ വിടുകയേ ഇല്ല. പണി കിട്ടി. എങ്ങനെയുണ്ട് എന്റെ ബോലയുടെ ബുദ്ധി? ലെഫ്റ്റ് വൃത്തി, റൈറ്റ് വൃത്തി, ലെഫ്റ്റ് റൈറ്റ് വൃത്തി. ഇതിന്റെ പേരാണ് വൃത്തി. ഇതിനെയാണ് പറയുന്നത് വൃത്തി എന്ന്. ഒരു തരിപ്പൊടി പോലും എന്റെ വീട്ടിനകത്തില്ല. ജവാൻ എലി, പിന്നെ ജവാൻ പൂച്ച.
എന്റെ വീട് മുഴുവൻ നിങ്ങൾ അറ്റാക്ക് ചെയ്ത് വൃത്തികേടാക്കിയിരിക്കുന്നു. വീടില്ല നിങ്ങളെ. പോലെ ഇതോടെ തീർന്നു. ഔ, ഔ. എവിടെ പോയി നീ ബോല എലിക്കുട്ട? ഞാൻ ഇവിടെ ഉണ്ട് എം ജെ. നിന്നെ ഞാൻ വിടില്ല. മേജർ സാറെ വെടിവെക്കരുത്. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ പോലെ. അവന്റെ മനസ്സ് മല്ലിപ്പൂ പോലെ. ആ പാവപ്പെട്ട മുഖമൊന്ന് നോക്ക്. അവനെ ചൂണ്ടാമോ തോക്ക്? നടക്കില്ല. മേജർ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യും. ടോമി, attack! ആശാനെ പൂച്ചയല്ല പുലിയാക്കിയാലും ശരി, നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ആശാന്റെ കൂടെ നടന്ന അടി ഉറപ്പാ. പോലെ, എടാ പോലെ ഒന്ന് നിക്ക്. ഇതാ പിടിച്ചോ അമേരിക്കൻ ചോപ്സി. അമേരിക്കൻ ചോപ്സിൽ നിന്ന് ഇന്ത്യൻ എലി എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? എങ്ങോട്ടാണ് ഓടുന്നത്? ഡോളി പിടിച്ചോ. ഞാൻ പിടിച്ചു. ഇനി നീ എങ്ങോട്ട് ഓടും? ഇനി എന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റില്ല കൊച്ചെലിയ. ഇനി നിനക്ക് രക്ഷയില്ല. ഗുരു എന്നെ രക്ഷിക്കൂ. എടാ എന്റെ പോലെ, ആരുടെ മനസ്സിൽ ധൈര്യമുണ്ടോ അവനായിരിക്കും വിജയിക്കുന്നത്. ആ തക്ദിൻ തക്ദിൻ താളം കൊട്ടി പാടി പാടി ആ പാടി ഗുരു പോലെ നാട്യം ആടി. सुन रे बुड़बक, ओए सुन रे बुड़बक, ओए सुन रे बुड़बक माई का लाल, होना बुरा है तेरा हाल. आगे भोला तड़ातड़ी पीछे छोड़े रेलगाड़ी. रेलगाड़ी अरे तड़ातड़ी उड़ी बाबा. अरे रेलगाड़ी अरे तड़ातड़ी उड़ी बाबा. ओ माई का लाल. अरे डगमग हो गई चाल. फंस गया रे अब नहीं चाल. भोला मेरा, ओए भोला मेरा, ओए भोला मेरा है कमाल. रेलगाड़ी तड़ातड़ी उड़ी बाबा. रेलगाड़ी तड़ातड़ी उड़ी बाबा. रेलगाड़ी
ए ताड़ाताड़ी ताड़ाताड़ी उड़ी बाबा अरे ताड़ाताड़ी ताड़ाताड़ी उड़ी बाबा ആശാമേ, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൂച്ച എലിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു 8ന്റെ പണി വാങ്ങുന്നത്. ഓടാപ്പാ തല്ലുകൊള്ളി. ബോലേ ഗുരു എടാ, ദുഷ്ടത്തരം ചെയ്യാൻ വേണ്ടി നീ എന്തുമാത്രം തയ്യാറെടുത്താലും ഈ ഗുരുവിന്റെയും ബോലയുടെയും അടുത്ത് വരുമ്പോൾ അത് തന്നെ താനെ മാറിക്കോളും. അങ്ങ് പറഞ്ഞ ശരിയാ ഗുരു.